വെൽക്കം വരുവാണ്. ഇത് ഒനിയുടെ 21 ഇഞ്ച് ഫ്ലാറ്റിൻ്റെ ടി വിയാണ്. ഇപ്പോൾ ഒറിജിനൽ ബോർഡല്ല ഇരിക്കുന്നത്, ചൈനയുടെ ഒരു ലോക്കൽ ബോർഡാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിൽ കംപ്ലൈൻറ്റ് എന്ന് പറയുമ്പോൾ ഒരുപാട് ബ്ലാക്ക് ലൈൻസൊക്കെ വരുന്നുണ്ട് വെർട്ടിക്കലെന്ന്. അപ്പോൾ അത് ഇവിടെ ഒരു കപ്പാസിറ്റർ വന്നിട്ട് ബൾജ് ഇരിപ്പുണ്ട് ടോപ്പ് പോർഷൻ, അത് മാറ്റിയാൽ മതി. പിന്നെ കളർ പോകുന്നുണ്ട്, ബ്ലൂ കളറാണ് പോകുന്നത്. പിന്നെ അതേപോലെ തന്നെ ബ്രൈറ്റ് ഇങ്ങനെ മങ്ങി മങ്ങി പോകുന്നുണ്ട്. അങ്ങനത്തെ കംപ്ലൈൻറ്റും ഉണ്ട്. അപ്പോൾ ഇവിടെ ബേസ് ബോർഡ് ഡ്രൈ ഉണ്ട്, നല്ല ഡ്രൈ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഈ കളർ പോകുന്നത്, ഈ ബ്രൈറ്റ് ഇങ്ങനെ മങ്ങി മങ്ങി പോകുന്നത്. പിന്നെ ബോർഡ് വന്നിട്ട് സംഭവം കുറച്ച് ഇരുന്ന് ഇടയ്ക്കിടയ്ക്ക് ഓഫാവും. ചിലപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടായിരിക്കും താനെ ഓഫാവും. എന്നിട്ട് വീണ്ടും താനെ ഓണായിട്ട് ഇരുന്ന് വീണ്ടും ഓടും. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് സംഭവം കംപ്ലൈൻറ്റുകൾ. അപ്പോൾ ഇവിടെ ഡ്രൈ ഉണ്ട് പവർ സപ്ലൈ. പിന്നെ അത് മാത്രമല്ല, പവർ സപ്ലൈ ഒരു ഡിസ്ക് കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ ആ ഡിസ്ക്കും ഇവിടെ മാറ്റണം. അപ്പോൾ ഇവിടെ ബേസ് ബോർഡ് കംപ്ലീറ്റ് ആയിട്ട് ശ്രദ്ധിച്ചാൽ മതി. നേരത്തെ ഇരുന്നത് പോലെയല്ല ഇരിക്കുന്നത്, കംപ്ലീറ്റ് ആയിട്ട് ഡ്രൈ സോൾഡറിങ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ബോർഡും കംപ്ലീറ്റ് ആയിട്ട് ഡ്രൈ സോൾഡറിങ് ചെയ്തിട്ടുണ്ട്. ഇതാണ് മാറ്റിയ കപ്പാസിറ്റർ വെർട്ടിക്കലെന്ന്. ഇതാണ് പവർ സപ്ലൈയിലെന്ന് മാറ്റിയ ഡിസ്ക്, സെറാമിക് ഡിസ്ക്. ഇത് കത്തിക്കരിഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ ഇതാ കറക്റ്റായിട്ട് കപ്പാസിറ്റർ മാറ്റി ഇതാ സെറാമിക് ഡിസ്ക് ഇതാ ഇട്ടിട്ടുണ്ട്. പുതിയത് 651K 2K യുടെ ഡിസ്ക്കാണ്. കപ്പാസിറ്ററും പുതിയതാണ് ഇട്ടത്. പിന്നെ കംപ്ലീറ്റ് ഡ്രൈ സോൾഡറിങ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതായിട്ട് ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കളർ പോകുന്നൊക്കെ പ്രശ്നം ബേസ് ബോർഡ് നല്ല ഡ്രൈ ഉണ്ടായിരുന്നു ഇതിൽ. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ കറക്റ്റായിട്ട് ഇത് ഓണായി വന്നിട്ടുണ്ട്. ഇപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, സംഭവം എല്ലാം പക്കയാണ്. അപ്പോൾ ഇത്രയും കംപ്ലൈൻറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെന്തായാലും മാറിയിട്ടുണ്ട്, അത് ഉറപ്പാണ്. കാരണം ഡ്രൈ ഉണ്ടായിരുന്നു, കപ്പാസിറ്റർ ബൾജായിരുന്നു, പിന്നെ ഡിസ്ക് കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. അതെല്ലാം വേറെ മാറ്റിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്ക് ലൈക്ക് അടിക്കാനും പിന്നെ ചാനൽ കയറി സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ഓൺ ചെയ്താലും മറക്കല്ലേ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.